ഞാനിപ്പോ അയച്ചെന്ന വേർബ്സിൽ ജസ്റ്റ് നോക്കിയാൽ മതി. കുറച്ച് താഴോട്ട് വരണം. ഒരു അധികരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും വന്നില്ലേ? മസക് പിടിച്ചു, പോലീസ് പിടിച്ചു എന്നൊക്കെ നമ്മള് പ്രാക്ടീസ് ചെയ്തല്ലോ. ഓക്കെ. സാദ്. അതെന്താണ് സാദ്? സാദ് യസീദ്. സാദ് യസീദ്. സാദ് എന്നുള്ളത് ഈ ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റ്. അപ്പൊ സാദ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്തിരുന്നു. സാദ് സീദ്. അയ്യോ സാദ് അതൊന്ന് സാദ് പാസ്റ്റ് ടെൻസ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. സാദ് സാദ് സാദൈത്. അയ്യോ യസീദ്. സാദ് സാദത്ത് സാദു സിത്ത സിത്ത. ഈ ഫോർമാറ്റ് ആണ്. അപ്പൊ നമ്മള് ഈ ഫോർമാറ്റിൽ പെട്ടതാണ് ഏതൊക്കെ? സാർ യസീർ, സാർ സിർത്ത, നീ പോയി. ഇലവൻ സിർത്ത്, നീ എവിടേക്കാ പോയത്? അതൊന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. സാദ് 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 സാദത്ത്. അയ്യോ സിത്തും അയ്യോ സിത്ന. ഓക്കെ. സിദ്ന. കറക്റ്റ് കറക്റ്റ്. ബാക്കി ഞാൻ നമ്മള് റെസ്റ്റോറൻറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാല് കുറച്ചും കൂടി ഫുഡ് വേണം, റൈസ് കുറച്ചും കൂടി എന്ന് പറയില്ലേ? റിസ് എന്ന് പറഞ്ഞാല് റൈസിനാണ് റിസ് എന്ന് പറയാം. ഒന്നുകൂടി കുറച്ചുകൂടി തരൂ. ലിറ്റിൽ മോർ എന്ന് പറയുന്നതിനാണ് സീദ്. സീദ് അല്ലേ റിസ് ഷ്വൈ. സീദ് സീദ് റിസ് ഷ്വൈ. സീദ് അത് ഒന്നുകൂടി കുറച്ചുകൂടി തരി എന്നുള്ളതിനാണ് സീദ് എന്ന് പറയാം. അപ്പം കുറച്ച് പൈസ തരുമോ എന്ന് എങ്ങനെ പറയാം? സീദ് അത്തൈത് ഫുലൂസ്. സീദ് ഫുലൂസ്. കുറച്ചുകൂടി സീദ് ഫുലൂസ്. നമ്മള് എന്താ പറയാ, നമ്മുടെ മാനേജറോടൊക്കെ സംസാരിക്കാണ്. എനിക്ക് എന്റെ സാലറിയിലൊന്ന് കുറച്ച് സാലറി കൂട്ടി തരുമോ എന്നെങ്ങനെ ചോദിക്കാം? സാദ് യസീദ് ആട്ടോ. റിഫായി എങ്ങനെ ചോദിക്കാം? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഒന്ന് എനിക്ക് എന്റെ സാലറി ഒന്ന് കൂട്ടി തരുമോ എന്നെങ്ങനെ ചോദിക്കാം? لو سمحت زيد الإجارة. ഇജാറല്ല, ഉജിറ എന്ന റെന്റ് ആണ്. റാത്തിബ് എന്ന് പറഞ്ഞാലാണ് സാലറി. റാത്തിബ് ഷഹരി, മന്ത്ലി സാലറി. റാത്തിബ് ഷഹരി, ആത്തി പറഞ്ഞ സാലറി എന്നാണ്. റാത്തിബ് ഷഹരി, മന്ത്ലി സാലറി. റാത്തിബ് യോമി, ഡെയിലി വേജ്. ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ زيد راتب الشهر. ايوه لو سمحت ممكن تزيد انه برا ممكن تزيد الراتب حقي അല്ലെങ്കിൽ ممكن تزيد راتبي എന്റെ സാലറി ഒന്ന് കൂട്ടി തരുമോ? ലോ സമഹത്ത് മുംകിൻ സീദ് റാത്ബി, എന്റെ സാലറി ഒന്ന് കൂട്ടി തരുമോ? മുംകിൻ സീദ്, എന്റെ സാലറി ഒന്ന് കൂട്ടി തരുമോ? ഞാൻ ഈ കമ്പനിയിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യാണ്. എനിക്ക് എന്റെ കമ്പനിയിൽ എനിക്ക് എന്റെ സാലറി ഒന്ന് കൂട്ടിത്തരുമോ? അസ്ഫാന ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ 10 വർഷമായിട്ട് ഇപ്പൊ ഈ കമ്പനിയിൽ ജോലി ചെയ്യാണ്. എനിക്ക് എന്റെ സാലറി ഒന്ന് കൂട്ടിത്തരുമോ? أنا أشتغل. أيوة أنا أشتغل في أشتغل في شركة. أنا أشتغل في شركة 10 വർഷമായിട്ട്. നമ്മൾ 10 سنة. منذ 10 سنة. മുൻപ് കൊടുക്കാം കേട്ടോ. സിൻസ് എന്ന് പറയുന്ന മുൻപ്. اوكي. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. أنا أشتغل منذ 10 سنة في الشركة. أيوة هذا شركة. أنا أشتغل منذ 10 سنوات في هذه الشركة. ഈ കമ്പനിയിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. أنا أشتغل في هذه الشركة منذ 10 سنة. 10 വർഷമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് എന്റെ സാലറി ഒന്ന് കൂട്ടി തരുമോ?
ممكن زيد ايوه ممكن زيد salary എന്താ പറഞ്ഞത്? റാത്തിബ് റാത്തിബ് പറഞ്ഞാൽ സാലറി റാത്തിബ് റാത്തിബ് സാലറി ممكن زيد راتب റാത്ബി എന്റെ സാലറി راتبي اوكي ايوه انا اشتغل في نفس الشركه منذ 10 سنه ممكن زيد അല്ലെങ്കിൽ لو سمحت എന്ന് പറയാൻ നല്ല പ്രയോഗമാണ് ലോ സമഹത്ത് പ്ലീസ് എക്സ്ക്യൂസ് മീ എന്നതിനും പറയാം പ്ലീസ് എന്നതിനും പറയാം ലോ സമഹത്ത് ممكن زيد راتبي എന്റെ സാലറി ഒന്ന് കൂട്ടി തരുമോ لو سمحت പ്ലീസ് لو سمحت من فضلك എന്നും പറയാട്ടോ لو سمحت من فضلك പ്ലീസ് not نسيت റാത്തിബ് സാലറി ഓക്കെ മുൻകിൻ സീദ് എല്ലി കൂട്ടുന്നുണ്ടോ അവിടെ? അല്ല ഈ അറബികൾ പ്രയോഗിക്കുമ്പോ അവര് നമ്മള് പിന്നെ നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു മലയാളം കണക്ട് ചെയ്യുമ്പോൾ വാക്കുകൾ കണക്ട് ചെയ്യുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരുമ്പം പിന്നെ പിന്നെ എന്ന് പറയത്തല്ലേ അതുപോലെ തന്നെ അവരെ ഒരു ഉദാഹരണത്തിന് വരാം മുംകിൻ അൽന്ന് പറയോ അത് അറബികൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഞാൻ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ മറന്നുപോയി അയച്ചു തരാൻ വേണ്ടിട്ട് അവര് ഒരു എന്താ പറയാ സംസാരത്തിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന ആ സംഗതിയാണ് പറഞ്ഞത് أنا أشتغل في نفس الشركة ممكن لا أنا أشتغل في نفس الشركة منذ 4 سنة على الشركة من ممكن من فضلك لو سمحت زيد الراتبي لا زيد اللين അല്ലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയെന്ന് വരും. ഇത് സജീവ കേട്ടിരുന്നോ അറബികൾ സംസാരിക്കുമ്പോ ഈ പ്രയോഗം? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സംസാരിക്കുമ്പോ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും എന്ന് പറയലുണ്ട്. അതുപോലെ ഞാൻ കണക്ട് ചെയ്യുമ്പോ അവര് എന്ന് വെച്ചാ കണക്ട് യാനി എന്ന് പറഞ്ഞ ഇറ്റ് മീൻസ് എന്നാണ്. യാനി എന്ന് പറയുന്നത് يعني أنا كنت في المستشفى لما وصلت في المستشفى واحد الدكتور أنا شفته يعني അവിടെ കണക്ട് ചെയ്യും. യാനി കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് മീൻസ് എന്നുള്ളതാണ് അതിന്റെ ശരിക്കും അർത്ഥം. പക്ഷെ ഈ വാക്കുകൾ കണക്ട് ചെയ്യാനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നവര് ഒരു ചേരുവയായിട്ട്. അസ്ഫാന മനസ്സിലായോ? റിഫായി സംസാരത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ അടുത്ത് സാദിന്റെ താഴെ ഏതാ വരുന്നത്? സാദ് നഖസ് കുറഞ്ഞു. അതൊന്ന് അസ്ഫാൻ ഒന്ന് കോൺജുഗേറ്റ് നഖസ് എന്നുള്ളത് കോൺജുഗേറ്റ് ചെയ്താൽ അതിന്റെ പ്രസന്റ് എങ്ങനെ? അപ്പോ സാലറി അടുത്ത മാസം കുറയും എങ്ങനെ പറയാം? നിങ്ങളുടെ എല്ലാവരും സാലറി അടുത്ത മാസം കുറയും കേട്ടോ. നിങ്ങളെല്ലാവരുടെ സാലറി അടുത്ത മാസം കുറയും എങ്ങനെ പറയാം? നിങ്ങളുടെ സാലറി എന്താ പറയാ? ഡാൻസിംഗ് കൂടെ ശ്രദ്ധിച്ചാൽ മതി. റാത്തിബ് സാലറി, റാത്തിബി എന്റെ സാലറി, റാത്തിബിന നമ്മുടെ സാലറി എന്നല്ലേ? നിങ്ങളുടെ ഡാൻസിംഗ് വേർഡ് ഹാവും കാക്കിക്കും ഈന ആ ഡാൻസിംഗ് വേർഡ് ഫോർമൽ ഉണ്ടായാൽ മതി. റാത്തിബുക്കും നിങ്ങളുടെ സാലറി കുറയുന്നല്ലേ? അടുത്ത മാസം شهر القادم ان شاء الله راتبكم بينقص. ഫ്യൂച്ചർ ആകുമ്പോൾ ബയൻകുസ് ഷെയർ القادم അടുത്ത മാസം നിങ്ങളുടെ സാലറി കുറയും. റാത്തിബുക്കും ബയൻകുസ് ഷെയർ القادم വരുന്ന മാസം നിങ്ങളുടെ സാലറി കുറയും. ഓക്കെ സുൽഫിക
സുൽഫിക്ക കേൾക്കുന്നുണ്ടോ വോയിസ്? عليكم السلام ورحمة الله وبركاته. ഓക്കെ. അതിനുശേഷം ഗസൽ لا കഴുകി എന്നുള്ളതുണ്ടല്ലോ. കണ്ട ആ വേർബ്സിൽ ഏറ്റവും അവസാനത്തേന്ന് കുറച്ച് തൊട്ട് മുകളിൽ ഒരു അവസാനത്തേന്ന് ഒരു 11 അവിടെ ഒരു ഗസൽ എന്നുണ്ടോ? ഗസൽ യഗ്സിൽ ഗസൽ ഗസൽ. സുൽഫിക്ക കണ്ടോ ഞാൻ ഗസൽ വേർബ്സിൽ? കണ്ട് കണ്ട് ഗസൽ യഹസൽ. ഓക്കെ. സജീവ അങ്ങനെ ഗസൽ. ഞാൻ ഇന്ന് മുഖം കഴുകിയിട്ടില്ല, എങ്ങനെ പറയാം? മുഖത്തിന് എന്താ പറയാ? വജി. വജി എന്ന് പറഞ്ഞാൽ മുഖം, ഫേസ്. വജി. ഞാൻ ഇന്ന് എന്റെ മുഖം കഴുകിയില്ല, എങ്ങനെ പറയാ? أنا ما غسلت അതെ, കറക്റ്റാ. മുഖ- എന്റെ മുഖം. മുഖത്തിന് ഏതായിരുന്നു? വജി 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 ഞാൻ അയച്ചിട്ടുണ്ട്. വജി. വജി. أنا ما غسلت وجهي. أنا جبتها അന وين؟ മാ ഗസൽത്ത് വജ്ഹി. ഞാൻ എന്റെ മുഖം കഴുകിയിട്ടില്ല. അന മാ ഗസൽത്ത് വജ്ഹി. ഞാൻ എന്റെ മുഖം കഴുകിയിട്ടില്ല. എവിടെ കൈ കഴുകുന്ന വാഷിംഗ് റൂം എവിടെയാണെന്ന് അങ്ങനെ ചോദിക്കാം. വാഷിംഗ് റൂം എവിടെയാണ്? فين غسل الغرفة؟ വെയിൻ മക്കാൻ ഗസൽ. എവിടെ വാഷിംഗ് ഏരിയ? എവിടെ? വെയിൻ മക്കാൻ ഗസൽ. വാഷിംഗ് ഏരിയ എവിടെയാണ്? ഹിനാക്ക, അവിടെയാണ്. വെയിൻ മക്കാൻ ഗസൽ. വാഷിംഗ് ഏരിയ എവിടെയാണ്? റിഫായി, അടുത്തത്. ബസ്സിൽ എന്താ പറയാ? വാഷിംഗ് റൂം എന്താ പറയാ? ബസ്സില ഗസൽ ഗസൽ മക്കാൻ ഗസൽ. കൈകുന്ന സ്ഥലം. മക്കാൻ ഗസൽ, കൈകുന്ന സ്ഥലം. ഓക്കെ. മക്കാൻ ഗസൽ. ഓക്കെ. അടുത്തത് വസൽ. അതൊന്ന് കോൺജുഗേറ്റ്. രണ്ട് കപ്പലുണ്ട് ആളുകളുണ്ട്. കപ്പലുണ്ട്. റിഫായി. വസ്സല. വസൽ വസൽ ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. വസ്സല വസ്സല വസ്സലു അതാ. വസൽ വസലത്ത് വസലു വസൽത്ത വസൽത്തി വസൽത്തും വസൽത്ത് വസൽന. ഞാൻ ഇന്ന് ഓഫീസിൽ നേരത്തെ എത്തിയിട്ടുണ്ട്, എങ്ങനെ പറയാം? നേരത്തെ എത്തിയിട്ടുണ്ട്. അനാ പറ്റേ. ഫിൽ മക്തബ്. അന വസൽത്ത് ഫിൽ മക്തബ്. നേരത്തെ തഅഖർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആണ്. നേരത്തെ എങ്ങനെ? മുബക്കിർ മുബക്കിർ. ബാക്കിർ എന്ന് പറയാം. ബാക്കിർ ബാക്കിർ. അന വസൽത്ത് ഫിൽ മക്തബ് അല്യോ മുബക്കിർ. ഞാൻ നേരത്തെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അന വസൽത്ത് ഫിൽ മക്തബ് അല്യോ മുബക്കിർ. ഞാൻ ഇന്ന് ഓഫീസിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അവിടെ ബദരീന്ന് പറയാ. غسلت في المكتب بدري. ബദ്രിന്ന് പറ്റും. അത് നല്ല പ്രയോഗമാണ്. ബദ്രിന്ന് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ബദ്രി ബദ്രി. അന വസൽത്ത് ഫിൽ മക്തബ് ബദ്രി. അന വസൽത്ത് ഫിൽ മക്തബ് ബദ്രി اليوم. ഇന്ന് നേരത്തെ ഞാൻ ഓഫീസിലെത്തി. മുബക്കിർ എന്ന് പറയാം. ബദ്രിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രയോഗം. ഓക്കെ. അടുത്തത് അസ്ഫാന. Yes, sir. La L-E. നഷ്ടപ്പെട്ടു. എന്റെ ഫോണ് മാർക്കറ്റിൽ നഷ്ടപ്പെട്ടു, എങ്ങനെ പറയാ? എന്റെ ഫോണ് മാർക്കറ്റിൽ നഷ്ടപ്പെട്ടു. എന്റെ ഫോണ് ജവാലി. ജവാലി. ജവാലി ഫിൽ സൂക്ക്. ജവാലി ഫിസ്സൂക്ക്. എന്റെ മൊബൈൽ മാർക്കറ്റിൽ നഷ്ടപ്പെട്ടു. ജവാലി ഫിസ്സൂക്ക്. എന്റെ ഫോണ് മാർക്കറ്റിൽ നഷ്ടപ്പെട്ടു. എവിടെയാണ് എന്റെ ഫോൺ നഷ്ടപ്പെട്ടത് അസ്ഫാന? അങ്ങനെ ചോദിക്കാം. എവിടെയാണ് എന്റെ ഫോൺ നഷ്ടപ്പെട്ടത്? Vein into ജവാലി അല്ല, എവിടെ നഷ്ടപ്പെട്ടു നിന്റെ മൊബൈൽ, അങ്ങനെ ചോദിക്കും. വെയിൽ ജവാലി.
വെയിൻ ലാ ജവാലക്. വെയിൻ ലാ ജവാലക്. എവിടെയാണ് നിന്റെ മൊബൈൽ നഷ്ടപ്പെട്ടത്? വെയിൻ ലാ ജവാലക്. എവിടെ എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടത്? ജവാൽ ലാ ഫി സൂഖ്. എന്റെ മൊബൈൽ സൂഖിൽ, മാർക്കറ്റിൽ നഷ്ടപ്പെട്ടു. ഓക്കെ സുൽഫിക, അടുത്ത്. ഒരു സെക്കൻഡ്. അവിടെ ലാ എന്നാ പറയണ്ടേ? ഡി എച്ച് എന്നാ കിടക്കുന്നത്. എങ്ങനെ? പ്രൊനൗൺസ് ചെയ്യേണ്ട എങ്ങനെ? ലാ ലാന്നാണോ? ലാ ലാ എന്നല്ല, അറബിയിൽ ലാദ് എന്നുള്ളത് അത് കുറച്ച് ചെരിച്ചിട്ട് ഉപയോഗിക്കണം. നാവിന്റെ ഒരു ഭാഗം ഇവിടെ തട്ടിട്ട് ലാ എന്നാ വരേണ്ടത്. ലാ 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 ജവാലി ലാ ഫി സൂഖ്. എന്റെ മൊബൈൽ മാർക്കറ്റിൽ നഷ്ടപ്പെട്ടു. സജീവ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരട്ടെ അങ്ങനെയാന്നുള്ളത്. ഓക്കെ. ഓക്കെ, അടുത്ത് സുൽഫിക കേൾക്കുന്നുണ്ടോ? അപ്പൊ സർ ലോ എന്ന് മാത്രമാണ് യൂസ് ആക്കണ്ടേ? ലോ ലോ അങ്ങനൊന്നും വേണ്ട? വേണ്ട വേണ്ട വേണ്ട. നമ്മള് ഒരു നൗൺ പറയുന്ന സമയത്ത് അത് മാത്രം, അതിന്റെ ബേസ് ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. അവൻ പോയി, അവൻ പോയി, അവൾ പോയി, അവൾ പോയി എന്നൊക്കെ വരുമ്പോഴാണ് റാഹത്ത് എന്നാവുക. ഒരു നൗണ്, ഒരു ഉദാഹരണത്തിന് മൊബൈല്, മക്തബ്, അല്ലെങ്കിൽ വേറെ എന്ത് നൗൺ ആവട്ടെ, അതിന് നമ്മൾ ബേസ് ഫോം മാത്രം ഉപയോഗിച്ചാൽ ജവാൽ അങ്ങനെ പറയുള്ളൂ സ്പോക്കണില്. മറ്റുള്ളതിലേക്ക് കോൺജുഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഓക്കെ സുൽഫിക കേൾക്കുന്നില്ല? ഓക്കെ റിഫൈൻ, അതിന്റെ ശേഷമുള്ള വേർബ് ഏതാണ്? സെക്കൻഡ്. സക്കത്ത്. സെക്കൻഡ് എന്താ? മൗനം പാലിച്ചു. ആ, മൗനം, മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കൂ എന്നിങ്ങനെ പറയാം. നമുക്കിപ്പോ ഏത് വേർബ് കിട്ടി കഴിഞ്ഞാലും സജീവ, ഏത് വേർബ് കിട്ടി കഴിഞ്ഞാലും തുടക്കത്തിൽ ഊ എന്നല്ലെങ്കിലോ ഈ എന്ന് ചേർത്തി കഴിഞ്ഞാൽ, ഏത് വേർബിന്റെയും തുടക്കത്തിൽ ഊ എന്നില്ലെങ്കിൽ ഈ ചേർത്തി കഴിഞ്ഞാൽ അത് നമുക്കുള്ള ഓർഡറായി മാറി. ചെയ്യരുത്, ഡോണ്ട് എന്നുള്ളതിന് നമ്മൾ ലാത്ത് ടെക്നിക്ക് പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഊ ഈ ടെക്നിക്ക്. ഊ ടെക്നിക്ക് എന്നാൽ ഏത് വേർബിന്റെയും തുടക്കത്തിൽ. അപ്പൊ സെക്കത്ത് എന്ന് പറഞ്ഞാല് മൗനം പാലിച്ചു. നീ മൗനം പാലിക്ക്, നമ്മളൊരാളെ ഓർഡർ കൊടുക്കുകയാണ്. കുറച്ചേരം അടങ്ങ്, അടങ്ങ്. മനസ്സിലായോ? ആ, അപ്പൊ ഈ എന്തിനാണ് സർ യൂസ് ആക്കുന്നത്? ചില സ്ഥലത്ത് ഈ എന്നാ വരിക. അതിനൊരു ഉദാഹരണം ലൈബ് എന്ന് പറഞ്ഞാല് അതിന് ശേഷം അതിന് മുമ്പ് നിങ്ങളൊന്ന് ചേർത്ത് നോക്കി, ഈ എന്ന് ചേർത്ത് നോക്കി. കളിച്ചോ അന്റെ ഇഷ്ടം പോലെ കളിച്ചോ. അന്റെ ഇഷ്ടം പോലെ കളിച്ചോ. അതാണ് അവിടെ ഈ എന്ന് ചേർക്കുക. ഊന്നോ അല്ലെങ്കിൽ ഈ ചേർത്താ മതി. വേറൊരു ഉദാഹരണം, അവിടെ കളിക്കരുത് എങ്ങനെ പറയാ? നീ കളിക്കരുത്, ലാത്ത ടെക്നിക്ക് ഉപയോഗിച്ച് പറഞ്ഞു നോക്കി. അതിന്റെ തൊട്ട് സെക്കൻഡിന്റെ തൊട്ട് താഴെ, സജീവ് സെക്കൻഡിന്റെ തൊട്ട് താഴെയുള്ള വേർബ് ഏതാ? ഞാൻ ഇന്ന് നന്നായി കളിച്ചു. എങ്ങനെ പറയാം സജീവ്? ഞാൻ ഇന്ന് നന്നായി കളിച്ചു. أنا لعبت مرة مرة زين. مرة أنا لعبت مرة اليوم. يعني നന്നായി കളിച്ചു. أنا لعبت مرة اليوم. അല്ലെങ്കിൽ أنا لعبت പിന്നെ واجد اليوم. ഞാൻ നന്നായി കളിച്ചു. لعبت مرة اليوم. ഞാൻ നന്നായി കളിച്ചു. ഞാൻ കളിച്ചിട്ടില്ല എന്ന് പറയാനാ സ്നേഹിക്ക? ഞാൻ കളിച്ചിട്ടില്ല. ഹലോ, എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ആരോടാ ചോദിച്ചേ? സജീക്ക, നീ കളിക്കരുത്. നമ്മളൊരു ഓർഡർ കൊടുക്കുക, ലാത്ത ടെക്നിക്ക് ആണ് കേട്ടോ, അതെപ്പോഴും വേണം. നീ കളിക്കരുത്. അയ്യോ, നീ കളിക്കരുത്. നീ കളിക്കരുത്. നീ കളിച്ചോ.
കളിക്ക് എന്ന് പറയാ ഓർഡർ എന്താ ചെയ്യാ? ഉത്തല അവിടെ ഈ എന്നാ ചേർക്കുക. അത് അധികം ഈ എന്നാ വരിക, കുറഞ്ഞ ഭാഗത്ത് ഊന്ന്. അധികം നമ്മൾ ഈ എന്ന് ചേർത്തി കൊടുത്താൽ ഇല്ല ഇല്ല നീ കളിച്ചോ ഇല്ല ഇല്ല പലാറാഹത്തെ കണ്ട് ഇഷ്ടം പോലെ കളിച്ചോ ഇല്ല. ഓക്കെ, അടുത്ത വേർബ് ലിഫായ്. നീ ചിരിക്കരുത്. അടുത്ത വെർബ് എന്താ? കളി ചിരിക്കല്ല, വഹിക്ക. ലഹിക് 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 യാ ലഹക്. ലഹിക് എന്ന ചിരിച്ചു, യൽഹക് ചിരിക്കുന്നു. നീ എന്നെ കളിയാക്കി ചിരിക്കണ്ട കേട്ടോ. എങ്ങനെ പറയാം? എന്നെ കളിയാക്കി ചിരിക്കല്ലേ, എങ്ങനെ പറയാം? കളിയാക്കാൻ എങ്ങനെ അറിയാം? സീല. അല്ല, സെയിം സെയിം സാധനം, സെയിം സാധനം. ഇവിടെ ലാത്ത ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. അല്ല, കളിയാക്കി ചിരിക്കാൻ തന്നെ. അവിടെ ചിരിക്ക് കളിയാക്കുക എന്നുള്ള അലയ്യ എന്നാണ്. ലാ തലഹക് അലൈ, അലയ്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കളിയാക്കരുത്. ലാ തലഹക് അലൈ, കളിയാക്കി ചിരിക്കണം കേട്ടോ. അതാണ് ലാ തലഹക് അലൈ, ലാ തലഹക് അലൈ. അപ്പൊ എന്റെ അല എന്ന് പറഞ്ഞാൽ ഓണാണ്, അലയ്യ എന്റെ മേൽ, അഥവാ എന്നെ കളിയാക്കി ചിരിക്കണ്ട. അതാണ് ലാ തലഹക് അലൈ, എന്നെ കളിയാക്കി ചിരിക്കണ്ട കേട്ടോ. അതാണ് എന്ന് പറഞ്ഞാണി. لا تضحك عليه. ايوه لا تضحك عليه، لا تضحك حبيبي، لا تضحك عليه. اصبر شوي، اسكت اسكت ഉണ്ടാക്ക്. لا تضحك عليه, എന്നെ കളിയാക്കി ചിരിക്കണ്ട. لا تضحك عليه. ഓക്കെ. ലഹിക്, ഞാൻ തീരെ ചിരിച്ചിട്ടില്ല. എങ്ങനെ ഡിഫൈൻ പറയാം? ഞാൻ തീരെ ചിരിച്ചിട്ടില്ല. ഡിഫൈൻ